സമാന ചിന്താഗതിക്കാരെ മുഴുവൻ യോജിപ്പിച്ച് അണിനിരത്തി മുമ്പോട്ടേക്ക് പോകണമെന്നാണ് അന്നത്തെ ദിവസം ആ വിധി വന്ന അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുന്നു എന്ന വാർത്ത വന്ന അന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതാണ് കോൺഗ്രസ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് വാർത്തയില്ല. ആ വാർത്ത നിങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുന്ന പോലുമില്ല. യോജിച്ച നിങ്ങളേതാ പത്രം കൈരളിയാണ്. യോജിച്ച ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കൊടുക്കാൻ നിങ്ങളില്ല, നിങ്ങൾക്കാവുന്നില്ല. നമുക്ക് എളുപ്പമുള്ള നമ്മൾ സമസ്തയോ ലീഗോ മാർക്സിസ്റ്റോ മറ്റേതെങ്കിലും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനെതിരായിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള നിലപാടാണ് CPIM മുന്നോട്ടേക്ക് വെച്ചത്. ആ മുന്നോട്ടേക്ക് വെച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ LDFുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ BJPയെ സഹായിക്കാനാണ്. അതാണ് അതിന് കൃത്യമായ അർത്ഥം. അല്ലാണ്ട് വെറുതെ ഒരു നിലപാട് സ്വീകരിച്ചതല്ല. BJPയെ സഹായിക്കുന്ന നിലപാടാണ് വി ഡി സതീശന്റെ സമീപനം. കേരളത്തിന്റെ തന്നെ യോജിച്ച ഒരാവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളില്ല എന്ന് അഡ്വാൻസായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ അതൊന്നും പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുക്കേണ്ടുന്ന പോയിന്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അതന്നെ. അത് BJPയെ സഹായിക്കാനാണ്. രണ്ടു തരത്തിലാണ് BJPയെ സഹായിക്കാൻ അവർക്ക് സാധിക്കുക. ഒന്ന് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സമരത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ BJPയെ സഹായിക്കുക. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഇപ്പം ചോദിച്ചൊരു ഉത്തരം പറയണം. അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കല്ലേ കൊണ്ടു. നടപ്പിലാക്കുന്നില്ല. ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും. എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെയാണ് വരും നമുക്ക് നോക്കാം. അന്നേരം നോക്കാം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരാണ്. ആ എതിരായ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ പ്രായോഗിക തലം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും BJPക്ക് അനുകൂലമാണ്. ചെറിയ ആൾക്ക് ഭയങ്കര പ്രയാസമാണ്. എങ്ങനെയായിരിക്കും ഈ ഗവൺമെന്റ് ഈ നടപ്പിലാക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അതും BJPക്ക് അനുകൂലമായ ഒരു മനഃശാസ്ത്രം രൂപപ്പെടുത്താനാണ്. അതിലൊന്നും വിഷമിക്കേണ്ടതായി നടപ്പിലാക്കാം.